കോടതിയുമായി ബന്ധപ്പെട്ട കോടതി ഇടപെടലുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് CMRLുമായി ബന്ധപ്പെട്ട മാസപ്പടിയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സുരേഷ്, ഗുഡ് മോർണിംഗ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള ED അന്വേഷണം, ഇത് സംബന്ധിച്ചുള്ള വാർത്ത തന്നെയാണ് കൊച്ചിയിൽ നിന്ന് പ്രധാനമായിട്ടും പങ്കുവയ്ക്കുവാനുള്ളത്. മാസപ്പടി കേസിലെ ED അന്വേഷണത്തിൽ, അതായത് നിലവിൽ കഴിഞ്ഞ ദിവസം തന്നെ CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്തയ്ക്ക് തിങ്കളാഴ്ച ഹാജരാകാൻ വേണ്ടിയിട്ട് ED നോട്ടീസ് നൽകിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെ കമ്പനിയുടെ എക്സലോജിക് സൊല്യൂഷൻസിന്റെ ഉടമയായിട്ടുള്ള വീണ വിജയനെ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. മാസപ്പടി കേസിൽ SFIOയുടെ അന്വേഷണം തുടരുന്നതിനിടയിൽ തന്നെയാണ് ED കേസ് എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. നേരത്തെ തന്നെ CMRLന്റെ ഫിനാൻസ് ഓഫീസർമാരെ കഴിഞ്ഞ ദിവസം ഹാജരാകാനായിട്ട് ED നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അവർ ഹാജരായിരുന്നില്ല. തുടർന്നാണ് CMRL MDയെ തന്നെ വിളിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും CMRL എക്സലോജിക്ക് പണമിടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് ED ഉദ്ദേശിക്കുന്നത്. നേരത്തെ 1,72,00,000 രൂപയാണ് എക്സലോജിക്കിന് CMRL നൽകിയിട്ടുള്ളത്. ഇത് എങ്ങനെയാണ്, എന്തിന്റെ പേരിലാണ് നൽകിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിൽ ആണ് വ്യക്തത വരുത്തേണ്ടത്. യാതൊരു IT സേവനങ്ങളും നൽകാതെയാണ് എക്സലോജിക്കിന് CMRL ഇത്തരത്തിൽ 1,72,00,000 രൂപ നൽകിയത്. മറ്റ് പണമിടപാടുകൾ ഏതു വിധത്തിലാണ് നൽകിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ED അന്വേഷണ വിധേയമാക്കുക. എന്തായാലും തിങ്കളാഴ്ച ഹാജരാകാൻ വേണ്ടിയിട്ട് ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഫിനാൻസ് ഓഫീസർമാർ മറുപടി നൽകാത്ത ഒരു സാഹചര്യത്തിലാണ് MDയെ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് കടന്നത്. അതിന് പിന്നാലെയായിരിക്കും എക്സലോജിക്കിന്റെ ഉടമയായിട്ടുള്ള വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് ED കടക്കുക. കാരണം CMRL നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടിയതിനു ശേഷമായിരിക്കും ഇത് ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് എക്സലോജിക്കിനെയും എത്തിക്കുക. എന്തായാലും FEMA നിയമലംഘനങ്ങളും അതോടൊപ്പം തന്നെ നിലവിലെ ഈ IT സേവനങ്ങൾ നൽകാതെ CMRL നിന്ന് പണം കൈപ്പറ്റിയ എക്സലോജിക്ക് അവരുടെ ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് ED അന്വേഷണം പുരോഗമിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരും മണിക്കൂറുകളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും CMRL എക്സലോജിക്ക് പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള EDയുടെ അന്വേഷണം, കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് MD ആയിട്ടുള്ള ശശിധരൻ കർത്തയ്ക്ക് തിങ്കളാഴ്ച ഹാജരാകാൻ വേണ്ടിയിട്ട് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും എക്സലോജിക്ക് ഉടമയെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് ED കടക്കുക. സുരേഷ്.